ഹലോ, എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സ്റ്റാർ സീനിയായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ നല്ല ഭംഗിയായിട്ട് ഫ്ലവർ തന്ന് നല്ല സുന്ദരിയായിട്ടും ബുഷിയായിട്ടും നിൽക്കുന്നുണ്ട്. പിന്നെ മഴ കിട്ടിയപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റായിട്ട് നിൽക്കുന്നുണ്ട്. കുറേ പേർക്കൊക്കെ ഭയങ്കര ഡൗട്ടാണ് ഈ പ്ലാന്റ് വാങ്ങിച്ച് വെച്ചിട്ട് എങ്ങനെ കട്ടിങ്സ് വയ്ക്കാൻ നോക്കിയിട്ടും പിടിച്ച് കിട്ടണില്ല എന്നുള്ളതാണ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ചൂടുള്ള സമയത്ത് നമ്മൾ കട്ടിങ് എങ്ങനെ വെച്ചാലും ഒരെണ്ണം പോലും പിടിച്ച് കിട്ടൂല. കട്ടിങ്സ് എടുക്കും, നട്ട് വയ്ക്കും, പിറ്റന്നൊക്കെ ആകുമ്പോൾ ഉണങ്ങി ചുരുങ്ങി അങ്ങ് കരിഞ്ഞുണങ്ങി പോവുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ മഴയുള്ള സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഈ ഫ്രഷും ചെറിയ മഴ, ചാറ്റൽ മഴ ഇങ്ങനെ നിൽക്കണോണ്ടാവണം ചെടി ഉണങ്ങി പോകണില്ല. മഴയുള്ള ഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കണം ഈ കട്ടിങ് എടുത്തിട്ട്. അപ്പോൾ നന്നായിട്ട് ഫ്രഷായിട്ട് ഈ പ്ലാന്റ് നിറയെ നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട്. 5 ദിവസം കൊണ്ട് തന്നെ പ്ലാന്റ് നല്ല റൂട്ടൊക്കെ വന്ന് നന്നായിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ സ്റ്റാർ സീനിയ ഉള്ളവരെല്ലാം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം, ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ പ്ലാന്റിൽ ഇങ്ങനെ മഴ പെയ്തിട്ടാണെന്ന് തോന്നുന്നു, മഴയുടെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന ഇതിലൊക്കെ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. അതായത് കണ്ട, ഇതിലെല്ലാത്തിലും നല്ല റൂട്ട് വന്നിട്ടുണ്ട്. ഈ റൂട്ട് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് ഈ പ്ലാന്റ് പിടിച്ച് കിട്ടും. ഇതാ നമ്മളെടുത്ത് വെച്ചിട്ടുള്ളതിലെല്ലാം റൂട്ടാണ് ഇത്. അപ്പോൾ 5 ദിവസം കൊണ്ട് തന്നെ ഇത് ചെടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ആയി കിട്ടുന്ന. ഞാൻ പിടിച്ച് വച്ചിട്ട് തന്നെ 5 ദിവസമേ ആയിട്ടുള്ളൂ. ഇതിലൊക്കെ നന്നായിട്ട് ഇത് കണ്ട നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. ചെടി നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഈ ചെടി നമുക്ക് മഴ കിട്ടിയില്ലെങ്കിൽ പോലും വെയിലത്ത് വെച്ചാൽ ഈ പ്ലാന്റ് പിടിച്ചോളും, ഇനി ഉണങ്ങിപ്പോകില്ല. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം പെട്ടെന്ന് ഉണങ്ങിപ്പോയാൽ ആ ചെടി പിന്നെ ഒരിക്കലും നമുക്ക് പിടിച്ച് കിട്ടൂല. അപ്പോൾ നമുക്ക് ഇത് ഈ പ്ലാന്റ് പിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് ഈ മഴക്കാലം. മഴ സമയത്ത് എല്ലാവരും ഈ പ്ലാന്റ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും പിടിപ്പിച്ച് വയ്ക്കണം. ഈ മഴയത്തിരുന്നിട്ടൊന്നും ഇതുവരെയും ഒരു കുഴപ്പവും ഇല്ല. ഓവറായിട്ടുള്ള വലിയ മഴ വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് നന്നായിട്ട് വെയിൽ വേണം. വെയിൽ സ്നേഹിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ടെറസിലൊക്കെ വയ്ക്കാൻ സൗകര്യമുള്ളവർ അങ്ങനെ വെച്ച് കൊടുത്താൽ നിറയെ പൂക്കും, നല്ലതായിട്ട് പ്ലാന്റ് നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. എനിക്ക് ഷെയ്ഡിലിരുന്ന പ്ലാന്റിലൊന്നും ഫ്ലവറില്ല, വെയിൽ കൊണ്ട് ഇരുന്നിടത്ത് മാത്രമേ ഫ്ലവറുള്ളൂ. അപ്പോൾ എല്ലാവരും വെയിലുള്ള ഭാഗത്ത് ചെടി വെച്ച് കൊടുക്കണം. അതുപോലെ മഴയില്ലാത്ത സമയത്ത് 2 നേരം നിർബന്ധമായിട്ടും വെള്ളം കൊടുക്കണം. NPK കൊടുക്കാം, സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്ക് DAP ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് DAP ഒക്കെ നന്നായിട്ട് കൊടുത്താൽ ഇതിലെല്ലാത്തിലും ഫ്ലവർ വരും. നിറയെ എല്ലാത്തിലും നന്നായിട്ട് നല്ല ഭംഗിയല്ലേ. ഇപ്പോൾ കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരുടെയൊക്കെ കയ്യിൽ ചിലപ്പോൾ ഒരു കളറോ ഒരു ചെടിയൊക്കെ കാണുള്ളൂ. അവരൊക്കെ ഇതുപോലെ റൂട്ട് പിടിപ്പിക്കാൻ എങ്ങനെയാണ് പിടിക്കുന്നത് എന്നൊക്കെ കമൻറ്റായിട്ടൊക്കെ ചോദിച്ചിട്ട് നമുക്കൊന്നും പിടിച്ച് കിട്ടില്ല എന്ന്. അപ്പോൾ ഈ സമയത്ത് എല്ലാവരും കട്ടിങ്സ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അഥവാ റൂട്ടില്ലാത്ത ഭാഗമാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് മാറ്റി കുത്തി കൊടുത്താലും മതി. നമ്മൾ പോട്ടി മിക്സായിട്ട് എടുക്കുമ്പോൾ മണ്ണിൽ ചകിരിച്ചോറ് നിർബന്ധമായിട്ട് ചേർക്കണം, ചാണകപ്പൊടി ചേർക്കണം. മണൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, സാധാ മണ്ണായാലും കുഴപ്പമില്ല, അത് പിടിച്ച് കിട്ടിക്കോളും. എന്നിട്ട് മഴയുള്ള ഭാഗത്ത് തന്നെ നമ്മൾ ഷെയ്ഡിലൊന്നും വയ്ക്കരുത്. ഈ പ്ലാന്റ് മഴയുള്ള ഭാഗത്ത് തന്നെ, മഴവെള്ളം വീടിനടുത്ത് തന്നെ വയ്ക്കണം. അപ്പം നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ട് വന്ന് നന്നായിട്ട് ഈ പ്ലാന്റ് പിടിച്ച് കിട്ടും. കുറേ പേരൊക്കെ ഇതിൻ്റെ സീഡ് ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ സീഡ് അയച്ചു കൊടുക്കാൻ മടിച്ചിട്ടല്ല, ഇത് പിടിച്ച് കിട്ടൂല. നമ്മൾ കുറേ സീഡ് ഇട്ടാൽ 1 or 2 പ്ലാന്റ് മാത്രമേ പിടിച്ച് കിട്ടുള്ളൂ. അതിനേക്കാളും നന്നായിട്ട് കട്ടിങ്സ് വെച്ചാൽ പിടിക്കും. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും കട്ടിങ്സ് വെച്ച് പ്ലാന്റ് പിടിപ്പിക്കാൻ നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.